യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ സുവിശേഷം, നിങ്ങൾക്ക് സമാധാനം ഏതു വിധത്തിലാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് സമാധാനം കൊടുത്തു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിലരെങ്കിലും സമാധാനമില്ലാത്തവരായി. രോഗം, ഡിവോഴ്സ് കേസ്, മക്കളില്ല, കല്യാണം നടക്കുന്നില്ല, കടഭാരം ഏതെങ്കിലുമൊക്കെയാണോ? യേശുവിൻ്റെ അടുക്ക് ചെന്നാട്ടെ. നിങ്ങൾ വിചാരിക്കരുത് യേശു ഇങ്ങനെ കൈയാക്കുന്നത് പോലെ പെട്ടെന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന്. ഒരിക്കൽ ഒരു പെൺകുട്ടി എനിക്ക് എഴുതി, ഒരാൾ എന്നെ ചതിച്ചു, ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു, ഞാൻ അവിടെ നിന്ന് തിരിച്ചോടി വന്നു. എനിക്ക് 4 ലക്ഷം രൂപ നഷ്ടമായി. അയാൾ വന്നു കഴിഞ്ഞും വെച്ച് എന്നെ ഒരു ഹോട്ടലിലാക്കിയും വെച്ച് അവിടെ കുർത്തികളൊക്കെ കാണിച്ചു. എന്നിട്ട് എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് പോയിട്ടു അയാളും പോയി. അങ്ങനെ ആകെ ഒരു 8 ലക്ഷം രൂപ കടത്തിലായി. രക്ഷിക്കണം. ബ്രദർ എഴുതിയിട്ടുള്ള അത്ഭുതങ്ങളുടെ താക്കോലെന്ന് വായിച്ചു. അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഈ ആഴ്ച തന്നെ 8 ലക്ഷം രൂപ കിട്ടാൻ. നീ ജീവിതത്തിനകത്ത് കഴിഞ്ഞ 23 വർഷം കൊണ്ടുണ്ടാക്കിയ കുഴപ്പങ്ങളൊക്കെ ദൈവം ഇല്ലേ, മാജിക്കാരൻ തൊപ്പിക്കകത്തൊന്ന് മുയലിനെ എടുക്കുന്നത് പോലെ, കൈയ്യട് വിടുന്ന ഒരു കിളിയെ എടുക്കുന്നത് പോലെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ കാണിച്ച കുരുത്തക്കേടൊക്കെ നേരെയാക്കി എടുക്കാൻ ഗീവ് ടൈം ടു ഗോഡ്. ദൈവത്തിന് സമയം കൊടുക്കുക. യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. അവൻ ക്രൂശിൽ കടന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. അമ്മയ്ക്ക് സമാധാനം, കള്ളന് സമാധാനം, യോഹന്നാന് സമാധാനം.